നമസ്കാരം. ധനുഷ് പി എസ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രോട്ടോസോവ, എയ്ഡ്സ്, രോഗങ്ങളും രോഗകാരികളും തുടങ്ങിയവയെക്കുറിച്ചുള്ളൊരു ക്ലാസ്സാണ്. സയൻസിൽ ബയോളജി ഭാഗത്തുള്ള രോഗങ്ങളും രോഗകാരികളും അതിൽ വരുന്നതാണ് പ്രോട്ടോസോവകൾ. എപ്പോഴും ചോദ്യമുള്ളതാണ് പ്ലാസ്മോഡിയം വൈവാക്സ്, മലമ്പനികൾ, അതുപോലെ എയ്ഡ്സിനെ പറ്റിയും നോക്കാം. ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. നിയതമായ മർമ്മമുള്ള ഏകകോശ ജീവികളാണ് പ്രോട്ടോസോവകൾ. നിയതമായ മർമ്മമുള്ള ഏകകോശ ജീവികളാണ് പ്രോട്ടോസോവകൾ എന്ന് പറയാം. വ്യക്തമായ മർമ്മമുള്ള ന്യൂക്ലിയസ് ഉള്ള ഏകകോശ ജീവികളാണെന്ത്? പ്രോട്ടോസോവകൾ. ഉദാഹരണം, പ്രോട്ടോസോവയ്ക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? അമീബ, പാരമീസിയം, പ്ലാസ്മോഡിയം, യൂഗ്ലീന എന്നിവയാണ്. അമീബ, പാരമീസിയം. അമീബ നമുക്കറിയാം കപടപാദങ്ങൾ ഉള്ളവയാണെന്ത്? അമീബ. കപടപാദങ്ങൾ ഉപയോഗിച്ച് സഞ്ചരിക്കുന്നവയാണ് അമീബ എന്ന് പറയും. വ്യക്തമായ ഷേപ്പ് അതിനില്ല അമീബയ്ക്ക്, പക്ഷേ ന്യൂക്ലിയസ് ഉണ്ട്, കോശമർമ്മമുണ്ട്, അതുപോലെ കോശദ്രവ്യവുമുണ്ട്. എന്നാൽ ഇവയ്ക്കുള്ള സഞ്ചാരാവയവം എന്ന് പറഞ്ഞാൽ കപടപാദങ്ങളാണ് അമീബയ്ക്ക് ഉള്ളത്. അതുപോലെ ഏകകോശജീവിയാണ് അമീബ. പാരമീസിയം ചെരുപ്പിൻ്റെ ആകൃതിയിലുള്ള സൂക്ഷ്മജീവിയാണ് പാരമീസിയം. ചെരുപ്പിൻ്റെ ആകൃതിയിലുള്ള സൂക്ഷ്മജീവിയാണ് പാരമീസിയം. അതിൻ്റെ സഞ്ചാരാവയവം എന്താണ്? അതെപ്പോഴും എന്തായിരിക്കും? സീലിയ എന്നാണ് പറയുക. ശരീരം മുഴുവൻ ഇങ്ങനെ സീലിയ ഉണ്ടായിരിക്കും. ന്യൂക്ലിയസ്, 2 ന്യൂക്ലിയസ് കാണപ്പെടുന്നുണ്ട് അതിന്. പാരമീസിയം ഇതാണ്. ചെരുപ്പിൻ്റെ ആകൃതിയിലുള്ള ജീവിയാണെന്ത്? ഏകകോശ ജീവിയാണ് പാരമീസിയം. സീലിയ ആണതിൻ്റെ സഞ്ചാര അവയവം. അമീബയുടേത് കപടപാദങ്ങളും പാരമീസിയത്തിൻ്റെത് സീലിയയുമാണ്. ഇവിടെ പ്ലാസ്മോഡിയോ, യൂഗ്ലീനയും ഏകദേശം ഇതേ ഷേപ്പാണ് വരിക. ഒരു ഫ്ലജെല്ലം ഉണ്ടായിരിക്കും യൂഗ്ലീനയ്ക്ക്. ന്യൂക്ലിയസ് ഉണ്ട്, ഫ്ലജെല്ലം എന്നാണ് ഇതിന് ഇത് വരച്ചേക്കുന്നതാണ് ഫ്ലജെല്ല. അതിൻ്റെ സഞ്ചാര അവയവം ഫ്ലജെല്ല ഉപയോഗിച്ചാണ് യൂഗ്ലീന സഞ്ചരിക്കുക. അപ്പോൾ പ്ലാസ്മോഡിയത്തിനും ഏകദേശം ഇതേ ഷേപ്പ് തന്നെയാണുള്ളത്. അതിന് സീലിയാണ്, പ്ലാസ്മോഡിയയ്ക്ക് സീലിയാണുള്ളത്. അപ്പോൾ ഇവിടെ അമീബ, പാരമീസിയം, പ്ലാസ്മോഡിയം, യൂഗ്ലീന എന്നിവയാണ് പ്രോട്ടോസോവകൾക്ക് ഉദാഹരണം. ചെരുപ്പിൻ്റെ ആകൃതിയിലുള്ള സൂക്ഷ്മജീവി ഏതാണ്? പാരമീസിയം. ചെരുപ്പിൻ്റെ ആകൃതിയിലുള്ള സൂക്ഷ്മജീവി ഏതാണ്? പാരമീസിയം. സ്ലിപ്പർ ആനിമൽക്യൂൾ എന്നറിയപ്പെടുന്ന ജീവിയാണെന്ത്? പാരമീസിയം. നമ്മുടെ സ്ലിപ്പർ ആനിമൽ, ചെരുപ്പല്ല, സ്ലിപ്പർ ആനിമൽക്യൂൾ എന്നറിയപ്പെടുന്ന ജീവി ഏതാണ്? പാരമീസിയം. ഹരിതകമുള്ള ജീവിയാണ് യൂഗ്ലീന. ഹരിതകം എന്ന് വെച്ചാൽ പച്ചനിറമുള്ള വർണ്ണവസ്തു. ഹരിതകമുള്ള ജീവിയാണെന്ത്? യൂഗ്ലീന. ഏകകോശ ജീവിയാണ് യൂഗ്ലീന. ഫ്ലജെല്ലയുള്ളവയാണെന്ത്? യൂഗ്ലീന. അതുപോലെ വയറുകടിക്ക് കാരണമായ പ്രോട്ടോസോവയാണ് ഏത്? വയറുകടിക്ക് കാരണമായ പ്രോട്ടോസോവയാണ് എൻഡമീബ ഹിസ്റ്റോളൈറ്റിക്ക. എൻഡമീബ, അതായത് ഒരു അമീബ തന്നെയാണ്, അതിൻ്റെ ഒരു ഭാഗം തള്ളിയിരിക്കും, വലുതായിരിക്കും, ഇത്രയേ ഉള്ളൂ. എൻഡമീബ ഹിസ്റ്റോളൈറ്റിക്ക. വയറുകടിക്ക് കാരണമായ പ്രോട്ടോസോവ ഏതാണ്? എൻഡമീബ ഹിസ്റ്റോളൈറ്റിക്ക. മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവ ഏതാണ്? പ്ലാസ്മോഡിയം. മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവ ഏതാണ്? പ്ലാസ്മോഡിയം. അടുത്ത ക്വസ്റ്റ്യൻ, ജന്തുലോകത്തിൻ്റെയും സസ്യലോകത്തിൻ്റെയും കണ്ണിയായി പ്രവർത്തിക്കുന്ന ഏകകോശ ജീവി ഏതാണ്? യൂഗ്ലീന. ജന്തുലോകത്തിൻ്റെയും സസ്യലോകത്തിൻ്റെയും കണ്ണിയായി പ്രവർത്തിക്കുന്ന ഏകകോശ ജീവി ഏതാണ്? യൂഗ്ലീന. നേരത്തെ പറഞ്ഞു ഹരിതകമുള്ള ജീവി, പച്ചനിറമുള്ള ജീവി, ഹരിതകമുള്ള ജീവി ഏതായിരുന്നു? യൂഗ്ലീനയാണ്. അതുകൊണ്ട് തന്നെ ജന്തുലോകത്തിൻ്റെയും സസ്യലോകത്തിൻ്റെയും കണ്ണിയായി പ്രവർത്തിക്കുന്ന ഏകകോശ ജീവി ഏതാണ്? യൂഗ്ലീനയാണ്. ജന്തുലോകത്തിൻ്റെയും സസ്യലോകത്തിൻ്റെയും കണ്ണിയായി പ്രവർത്തിക്കുന്ന ഏകകോശ ജീവി ഏതാണ്? യൂഗ്ലീന. അടുത്ത ചോദ്യം, ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ്സിന് കാരണമാകുന്ന പ്രോട്ടോസോവ ഏതാണ്? ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ്സിന് കാരണമാകുന്ന പ്രോട്ടോസോവ ഏതാണ്? ട്രിപ്പനോസോമ ഗാംബിയൻസ്. ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ്സിന് കാരണമാകുന്ന പ്രോട്ടോസോവ ഏതാണ്? ട്രിപ്പനോസോമ ഗാംബിയൻസ്. അതായത് ഇതുപോലൊരു ജീവി ഇങ്ങനെ വന്നിട്ട് ഇതിന് ഫ്ലജെല്ലയൊക്കെ ഉണ്ട്, സ്ലൈഡിങ് പോലിങ്ങനെ ഇരിക്കും, അത് ഫ്ലജെല്ലയുണ്ട്. ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ്സിന് കാരണമായ പ്രോട്ടോസോവ ഏതാണ്? ട്രിപ്പനോസോമ ഗാംബിയൻസ്. അടുത്തത്, കലാ അസാർ എന്നറിയപ്പെടുന്ന പ്രോട്ടോസോവ. കലാ അസാർ, ലിഷ്മാനിയാസിസ്.
ലിഷ്മാനിയാസിസ് രോഗം കൂടിയാണത്. കാല അസാർ എന്നറിയപ്പെടുന്ന പ്രൊട്ടോസോവ ഏതാണ്? പ്രൊട്ടോസോവ രോഗം ഏതാണ്? ലിഷ്മാനിയാസിസ്. ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസിന് കാരണമായ പ്രൊട്ടോസോവ ട്രിപ്പനോസോമ. കാല അസാർ എന്നറിയപ്പെടുന്ന രോഗത്തിന്, പ്രൊട്ടോസോവ രോഗത്തിന് കാരണമാകുന്ന ആരാണ്? ലിഷ്മാനിയാസിസ് രോഗമാണ് ലിഷ്മാനിയാസിസ്. ലിഷ്മാനിയ എന്നുള്ളത് പ്രൊട്ടോസോവയാണ്. ഓക്കെ. അമീബയുടെ സഞ്ചാര അവയവം. അമീബയുടെ സഞ്ചാര അവയവം കപടപാദം. അമീബ ആഹാരം ശേഖരിക്കുന്നത് കപടപാദങ്ങൾ ഉപയോഗിച്ചാണ്. പാരമീസ്യത്തിൻ്റെ സഞ്ചാരാവയവം എന്താണ്? സീലിയ. യൂഗ്ലീനയുടെ സഞ്ചാരാവയവം എന്താണ്? ഫ്ലജല്ലം. അടുത്തത് എയ്ഡ്സ് ആണ്. അക്വേഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. അക്വേഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഇടയ്ക്ക് ഇങ്ങനെ ചില ഹിൻറ്റ് വരും. അക്വേഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണെന്നത് എയ്ഡ്സ്. അക്വേഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണെന്നത് എയ്ഡ്സ്. എയ്ഡ്സ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത വർഷം 1981 ജൂൺ 5. എയ്ഡ്സ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത വർഷം ഏതാണ്? 1981 ജൂൺ 5. എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? അമേരിക്ക. എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം അമേരിക്ക. അടുത്തത് ഗ്രിഡ് രോഗം എന്നറിയപ്പെടുന്നു. ഏത്? എയ്ഡ്സ്. ഗ്രിഡ് രോഗമെന്ന് അറിയപ്പെടുന്നു. ഗ്രിഡ് രോഗം എയ്ഡ്സ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷം ഏതാണ്? 1982. നേരത്തെയുള്ള കാലങ്ങളിൽ ഗ്രിഡ് രോഗമെന്നാണ് എയ്ഡ്സിനെ അറിയപ്പെട്ടത്. ഗ്രിഡ് രോഗം എയ്ഡ്സ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷം 1982. അടുത്ത ക്വസ്റ്റ്യൻ. എയ്ഡ്സിന് കാരണമായ വൈറസ് ഏതാണ്? HIV വൈറസ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. എയ്ഡ്സിന് കാരണമായ വൈറസ്. എയ്ഡ്സിന് കാരണമായ വൈറസ് ഏതാണ്? HIV വൈറസ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അടുത്തത് HIV തിരിച്ചറിയാൻ നടത്തുന്ന പ്രാഥമിക പരിശോധന. HIV തിരിച്ചറിയാൻ നടത്തുന്ന പ്രാഥമിക ആദ്യത്തെ പരിശോധന ഏതാണ്? എലീസ ടെസ്റ്റ്. എലീസ ടെസ്റ്റ്. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻറ്റ് അസേ. എലീസ. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻറ്റ് അസേ. എലീസ ടെസ്റ്റ്. HIV തിരിച്ചറിയാൻ നടത്തുന്ന പ്രാഥമിക പരിശോധന ഏതാണ്? എലീസ ടെസ്റ്റ്. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻറ്റ് അസേ. എയ്ഡ്സിന് കാരണമായ വൈറസ് ഏതാണ്? HIV വൈറസ്. ഫസ്റ്റ് പരിശോധന ഏതാണ്? എലീസ ടെസ്റ്റാണ്. എയ്ഡ്സ് സ്ഥിരീകരിക്കുവാൻ നടത്തുന്ന ടെസ്റ്റ് ഏതാണ്? ഫസ്റ്റ് എലീസ ആണെങ്കിൽ എയ്ഡ്സ് സ്ഥിരീകരിക്കാൻ നടത്തുന്ന ടെസ്റ്റ് ഏതാണ്? വെസ്റ്റേൺ ബ്ലോട്ട്. സ്ഥിരീകരിക്കാൻ വെസ്റ്റേൺ ബ്ലോട്ടാണ്. എയ്ഡ്സ് സ്ഥിരീകരിക്കാൻ നടത്തുന്ന ടെസ്റ്റ് ഏതാണ്? വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. അടുത്തത് എയ്ഡ്സ് വൈറസിൻ്റെ തീവ്രത കുറയ്ക്കാനുള്ള ചികിത്സ ഏതാണ്? ആൻറ്റി റിട്രോവൈറൽ ചികിത്സ. എയ്ഡ്സ് വൈറസിൻ്റെ തീവ്രത കുറയ്ക്കാനുള്ള ചികിത്സ ഏതാണ്? ആൻറ്റി റിട്രോവൈറൽ ചികിത്സ. പ്രാഥമിക ടെസ്റ്റ് ഏതാണ്? എലീസ ടെസ്റ്റ്. സ്ഥിരീകരിക്കാനുള്ളത് വെസ്റ്റേൺ ബ്ലോട്ട്. തീവ്രത കുറയ്ക്കാനുള്ള ചികിത്സയാണെന്ത്? ആൻറ്റി റിട്രോവൈറൽ ചികിത്സ. അടുത്തത് ഇന്ത്യയിൽ എയ്ഡ്സ് രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്ത നഗരം. ചെന്നൈ 1986. കേരളത്തിൽ എയ്ഡ്സ് രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? പത്തനംതിട്ട ജില്ല. കേരളത്തിൽ എയ്ഡ്സ് രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്ത ജില്ല പത്തനംതിട്ട ജില്ല. അടുത്തത് തിരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികളിലൂടെ എയ്ഡ്സ് രോഗികൾക്ക് ചികിത്സ നൽകുന്ന പരിപാടി ഏതാണ്? തിരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികളിലൂടെ എയ്ഡ്സ് രോഗികൾക്ക് ചികിത്സ നൽകുന്ന പരിപാടി എന്താണ്? ART ആൻറ്റി റിട്രോവൈറൽ ട്രീറ്റ്മെൻറ്റ്. ART ആൻറ്റി റിട്രോവൈറൽ ട്രീറ്റ്മെൻറ്റ്. ആൻറ്റി റിട്രോവൈറൽ ട്രീറ്റ്മെൻറ്റ്. അടുത്തത് എയ്ഡ്സ് രോഗത്തിനെതിരെയുള്ള ദേശീയ പരിപാടി ഏതാണ്? എയ്ഡ്സ് രോഗത്തിനെതിരെയുള്ള ദേശീയ പരിപാടിയാണ് ആവാഹൻ 2003. എയ്ഡ്സ് രോഗത്തിനെതിരെയുള്ള ദേശീയ പരിപാടി ഏതാണ്? ആവാഹൻ 2003.
ലോകത്തെ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് ബാധിതരുള്ള രാജ്യം ദക്ഷിണാഫ്രിക്ക. ലോകത്തെ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് ബാധിതരുള്ള രാജ്യം ദക്ഷിണാഫ്രിക്ക. ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1. ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1. ലോക എയ്ഡ്സ് ദിനം ആചരിക്കാൻ തുടങ്ങിയത് എന്ന് മുതലാണ്? 1988 മുതലാണ് ലോക എയ്ഡ്സ് ദിനം ആചരിക്കാൻ തുടങ്ങിയത്. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ച വർഷം? നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ച വർഷം 1987. 1987. എയ്ഡ്സ് രോഗബാധിതരോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്നത് ചുവപ്പ് റിബൺ. ഈ വർഷം ചോദിച്ചൊരു ചോദ്യമാണ്, 2 മാസം 3 മാസം മുൻപ് അല്ലേ. എയ്ഡ്സ് രോഗബാധിതരോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്നത് ചുവപ്പ് റിബൺ. ചുവപ്പ് റിബൺ. ചുവപ്പ് റിബൺ. എയ്ഡ്സ് രോഗബാധിതരോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്നതാണ് ചുവപ്പ് റിബൺ. ചുവപ്പ് റിബൺ രൂപകൽപ്പന ചെയ്തത് ആരാണ്? ചുവപ്പ് റിബൺ രൂപകൽപ്പന ചെയ്തത് ആരാണ്? ആൻസർ വിഷ്വൽ എയ്ഡ്സ്. വിഷ്വൽ എയ്ഡ്സ്. എയ്ഡ്സ് രോഗബാധിതരോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്നത് എന്താണ്? ചുവപ്പ് റിബൺ. രൂപകൽപ്പന ചെയ്തത് ആരാണ്? വിഷ്വൽ എയ്ഡ്സ്. വിഷ്വൽ എയ്ഡ്സ്. പ്രോട്ടോസോവയും എയ്ഡ്സിനെ പറ്റിയുള്ളത് കഴിഞ്ഞു. പ്രോട്ടോസോവ മലമ്പനിയുടേത് കഴിഞ്ഞു. അതുപോലെ എയ്ഡ്സിൻ്റെത് കഴിഞ്ഞു. അടുത്തത് പൊതുവായുള്ള രോഗങ്ങളും രോഗബാധിത ഭാഗങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. എയ്ഡ്സ് ബാധിക്കുന്ന നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ശരീരത്തിലെ ഏത് ഭാഗത്തിനെയാണ് എയ്ഡ്സ് ബാധിക്കുന്നത്? ശരീരത്തിലുള്ള ഏത് ഭാഗത്തെയാണ് എയ്ഡ്സ് ബാധിക്കുന്നത് നോക്കാം. ഏത് ഭാഗമാണ്? നമ്മുടെ പ്രതിരോധ സംവിധാനത്തെയാണ് എയ്ഡ്സ് ബാധിക്കുക എന്ന് പറയുമ്പോൾ അതേത് ഭാഗം വരുന്നു? നമ്മുടെ ലിംഫോസൈറ്റുകൾ, WBC. ലിംഫോസൈറ്റ്, WBC എന്ന് പറയുമ്പോൾ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ്, ശ്വേതരക്താണുക്കൾ അല്ലേ. അപ്പോൾ അതിൽ ലിംഫോസൈറ്റുകളാണ് ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുക. അതാണ് പ്രതിരോധ സംവിധാനം. ആൻറ്റിബോഡിയാണ് നമ്മുടെ ശരീരത്തിൽ പ്രതിരോധിക്കുന്ന രോഗാണുക്കളെ പ്രതിരോധിക്കുന്നവർ ആൻറ്റിബോഡിയാണ്. അത് ലിംഫോസൈറ്റുകൾ കൂടിയാണ്. അപ്പോൾ അവരെയൊക്കെ ബാധിക്കുന്ന, അതെല്ലാം കൂടി അടങ്ങിയതല്ലേ, അതിനെ ബാധിക്കുന്നതാണെന്ത്? എയ്ഡ്സ്. അപ്പോൾ എയ്ഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ മുഴുവൻ ബാധിക്കുന്ന കാര്യമാണെന്ത്? എയ്ഡ്സ്. ലിംഫോസൈറ്റ് പ്രധാനമായിട്ടും ഓർത്തിരിക്കുക. അങ്ങനെ അടുത്തത് സോറിയാസിസ്. സോറിയാസിസ് എന്ന രോഗം ഏത് ഭാഗത്തെയാണ് ബാധിക്കുക? സോറിയാസിസ് ത്വക്കിനെ ബാധിക്കുന്നതാണ് അല്ലേ, ചൊറിച്ചിൽ, സോറിയാസിസ്. അടുത്തത് മെനിഞ്ചൈറ്റിസ്, തലച്ചോറിനെ ബാധിക്കുന്ന അല്ലേ. മെനിഞ്ചൈറ്റിസ് എന്ന അസുഖം തലച്ചോറിനെ അത് ബാധിക്കുക. മസ്തിഷ്കം എന്ന് പറയുമ്പോൾ തലച്ചോറിലെ മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ടപ്പാളി സ്ഥലമാണെന്ത്? മെനിഞ്ചസ്. ആ ഇരട്ടപ്പാളിക്കകത്ത് കാണപ്പെടുന്ന ഫ്ലൂയിഡാണെന്ത്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അതിനെ ബാധിക്കുന്ന അസുഖമാണ്, അതിനെ ബാധിക്കുന്ന ഇൻഫെക്ഷൻസാണ്, അണുബാധയാണെന്ത്? മെനിഞ്ചൈറ്റിസ്. അപ്പോൾ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുമ്പോൾ തലച്ചോറിനെയാണത് ബാധിക്കുക. അടുത്തത് ഓട്ടിസ്, ചെവി. കേൾക്കാൻ വയ്യ അല്ലെങ്കിൽ സംസാരിക്കാൻ വയ്യാത്തൊരവസ്ഥ, ഓട്ടിസ്. ചെവിയാണ് പ്രധാനമായിട്ടും. പയോറിയ എന്ന അസുഖം മോണെ ബാധിക്കുന്ന അസുഖമാണ് പയോറിയ. അതുപോലെ അടുത്തതാണ് എക്സിമ, മെലനോമ എന്നിവ ത്വക്കിനെ ബാധിക്കുന്നത്. മെലനോമ എന്ന് പറയും മെലാനിൻ എന്ന വർണ്ണവസ്തു, അറിയാമല്ലോ. കറുപ്പ് നിറം കൊടുക്കുന്നതാണ് മെലാനിൻ എന്ന് പറയുന്ന വർണ്ണവസ്തു. അത് ഓർത്ത് നമുക്ക് എഴുതാൻ പറ്റും. മെലാനിൻ കറുപ്പ് നിറമാണ് അല്ലേ. എക്സിമ, മെലാനിൻ എന്നിവ ത്വക്കിനെ ബാധിക്കുന്നു, ത്വക്കിനെയാണ് ബാധിക്കുന്നത്. ജിഞ്ചിവൈറ്റിസ് മോണയെ ബാധിക്കുന്ന അസുഖമാണ്. അടുത്തത് ഗോയിറ്റർ. ഗോയിറ്റർ തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന അസുഖമാണെന്ത്? ഗോയിറ്റർ. തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ഹോർമോണിൻ്റെ പേരെന്താണ്? തൈറോക്സിൻ. തൈറോക്സിൻ അല്ലേ. തൈറോക്സിൻ്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന അസുഖമാണെന്ത്? ഗോയിറ്റർ. ആ ഗ്രന്ഥി വളർന്നു വലുതാകുന്നു. തൈറോയ്ഡിൻ്റെ ഹോർമോൺ, തൈറോക്സിൻ എന്ന ഹോർമോൺ ഇല്ലാതെ വരുമ്പോൾ ആ ഗ്രന്ഥി, തൈറോയ്ഡ് ഗ്രന്ഥി വളർന്ന് വലുതാകുന്ന അവസ്ഥയാണെന്ത്? ഗോയിറ്റർ എന്ന് പറയുക. അപ്പോൾ ഗോയിറ്റർ ബാധിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. ടോൺസിലൈറ്റിസ്, ടോൺസിൽ ഗ്രന്ഥികളെ ബാധിക്കുന്ന അസുഖമാണ്. ഗ്ലോക്കോമ, തിമിരം എന്നിവ കണ്ണിനെ ബാധിക്കുന്ന അസുഖങ്ങളാണ്. ഗ്ലോക്കോമ എന്താണ്? കണ്ണിനകത്തുള്ള മർദ്ദം അല്ലേ, വിട്രിയസ് ഹ്യൂമർ, അക്വസ് ഹ്യൂമറുമൊക്കെ ഇല്ലേ, വിട്രിയസ് ഹ്യൂമർ അല്ലെങ്കിൽ അക്വസ് ഹ്യൂമർ. വിട്രിയസ് ഹ്യൂമറിൻ്റെ അകത്തുള്ള പ്രഷർ കൂടുന്ന, മർദ്ദം കൂടുന്ന അവസ്ഥയാണെന്ത്? ഗ്ലോക്കോമ. തിമിരം എന്ന് പറയുന്നത് എന്താണ്? കണ്ണിൻ്റെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥയാണെന്ത്? തിമിരം.
അടുത്ത ടെറ്റനി, പേശികളെ ബാധിക്കുന്ന അസുഖം. ടെറ്റനി, പേശികളെ ബാധിക്കുന്ന അസുഖം. ഡിഫ്തീരിയ, തൊണ്ടമുള്ള, തൊണ്ടയെ ബാധിക്കുന്ന അസുഖം. പോളിയോമൈലൈറ്റിസ്, നാഡീവ്യൂഹം, കൈയും കാലും ഒക്കെ ശോഷിച്ചു പോയിട്ട് നടക്കാനൊന്നും വയ്യാത്ത അവസ്ഥയാണ് പോളിയോമൈലൈറ്റിസ്, നാഡീവ്യൂഹം. പേവിഷബാധ തലച്ചോറിനെയാണ് ബാധിക്കുക. പേവിഷബാധ തലച്ചോറ്. പന്നിപ്പനി, ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖമാണ് പന്നിപ്പനി. അടുത്തത് മലേറിയ, ഡെങ്കിപ്പനി എന്നിവ പ്ലീഹയെ ബാധിക്കുന്നു അല്ലേ. കരളിന് താഴെയുള്ളൊരു അവസ്ഥയാണ് പ്ലീഹ എന്ന് പറയും. പ്ലീഹ അതിലിപ്പോൾ അത് ധാരാളം ക്യാൻസർ പോലുള്ള അസുഖങ്ങളും പ്ലീഹയിലാണ് വന്ന് പെടുക. ഒരു ഗ്രന്ഥിയാണെന്ന് പ്ലീഹ. മലേറിയ, ഡെങ്കിപ്പനി എന്നിവ എന്താണ്? പ്ലീഹയെ ബാധിക്കുന്ന അസുഖമാണ്. ടൈഫോയിഡ് ബാധിക്കുന്നത് കുടലിനെയാണ്. ടൈഫോയിഡ് കുടലിനെയാണ്. സാർസ് രോഗം ശ്വാസകോശത്തെയാണ്. കണാല റിക്കറ്റ് രോഗം എന്താണ്? അസ്ഥികളെ ബാധിക്കുന്ന രോഗമാണ്. ഈ രോഗങ്ങൾ ഒന്നുകൂടി നോക്കാം. രോഗങ്ങളും രോഗബാധിത ഭാഗങ്ങളും. എയ്ഡ്സ് പ്രതിരോധ സംവിധാനത്തെ ബാധിക്കുന്നു. സോറിയാസിസ് ത്വക്കിനെ ബാധിക്കുന്നു. മെനിഞ്ചൈറ്റിസ് തലച്ചോറിനെ ബാധിക്കുന്നു. ഓട്ടിസ് ചെവിയെ ബാധിക്കുന്നു. പയോറിയ മോണയെ ബാധിക്കുന്നു. എക്സിമ മെലനോമ ത്വക്ക്. ജിഞ്ചിവൈറ്റിസ് മോണ. കോയിറ്റർ തൈറോയ്ഡ് ഗ്രന്ഥി. ടോൺസിലൈറ്റിസ് ടോൺസിൽ ഗ്രന്ഥി. ഗ്ലോക്കോമ തിമിരം എന്നിവ കണ്ണിനെ ബാധിക്കുന്നു. ടെറ്റനി പേശികൾ. ഡിഫ്തീരിയ തൊണ്ട. പോളിയോമൈലൈറ്റിസ് നാഡീവ്യൂഹം. പേവിഷബാധ തലച്ചോറ്. പന്നിപ്പനി ശ്വസന വ്യവസ്ഥ. മലേറിയ ഡെങ്കിപ്പനി പ്ലീഹയെ ബാധിക്കുന്നു. ടൈഫോയിഡ് കുടലിനെ ബാധിക്കുന്നു. സാർസ് രോഗം ശ്വാസകോശത്തെ ബാധിക്കുന്നു. കണ അസ്ഥികളെ ബാധിക്കുന്നു. ഇനി ഇതുപോലെ നോട്ടുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയുള്ള ക്ലാസ്സുകൾ വീണ്ടും ഇടുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.